1810 ആലപ്പുഴ ജില്ലയിൽ പമ്പാ തീരത്ത് എടത്വ എന്ന സ്ഥലത്ത് പണി കഴിപ്പിച്ച ഗീവർഗീസ് സഹോദരരുടെ നാമത്തിൽ പണി കഴിപ്പിച്ച ഒരു പള്ളിയാണ് എടത്വ പള്ളി. ഈ പള്ളിയുടെ പ്രധാന പെരുന്നാൾ ഏപ്രിൽ 27 മുതൽ മെയ് 14 വരെയുള്ള ദിവസങ്ങളിലാണ്. എടത്വ പള്ളി റോമൻ കാതോലിക്സ് ചങ്ങനാശ്ശേരി രൂപതയുടെ അധീനതയിലാണ്. ഈ പള്ളിയിൽ വരുന്ന വിശ്വാസികൾ എന്ന് പറയുമ്പോൾ തമിഴ്നാട്ടിലും സൗത്ത് ഇന്ത്യയിലെ പല പ്രദേശത്തുള്ള വിശ്വാസികൾ ഈ പള്ളിയിൽ വന്ന് അനുഗ്രഹം പ്രാപിക്കാറുണ്ട്. ആയതുകൊണ്ട് തന്നെ പെരുന്നാൾ ദിവസങ്ങളിൽ ധാരാളം ജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. വിപുലമായ കച്ചവടവും ഇവിടെ നടക്കുന്നുണ്ട്. തമിഴിലുള്ള കുർബാനയാണ് ചില ദിവസങ്ങളിൽ പെരുന്നാൾ ദിവസങ്ങളിൽ നടത്താറുള്ളത്. പമ്പയാറിൻ്റെ തീരത്തായതുകൊണ്ട് ഭക്തജനങ്ങൾ ഇവിടെ വന്ന് കുളിക്കും. അതിനുശേഷമാണ് നേർച്ച കാഴ്ചകൾ കഴിച്ച് പള്ളിയിലെ ആരാധനയിൽ പങ്കെടുക്കുന്നത്. ഈ പള്ളിക്ക് ചുറ്റും ഇഷ്ടിക ചുമന്നുകൊണ്ട് പോകുന്നതും മുത്തുകുട പിടിച്ചുകൊണ്ട് പോകുന്നതും ഒരു അനുഗ്രഹമായിട്ടുള്ള നേർച്ചയായിട്ട് കണക്കാക്കുന്നു. ധാരാളം ഭക്തർ ഇഷ്ടിക തലയിൽ ചുമന്നുകൊണ്ടും മുത്തുകുട പിടിച്ചുകൊണ്ടും പോകുന്നത് നമുക്ക് കാണാവുന്നതാണ്. കൊടിമരത്തിൽ ഒഴിക്കുന്ന എണ്ണ തുണി ഒപ്പി കുപ്പിയിലാക്കി ഒരുപാട് ഭക്തരെ എടുത്തുകൊണ്ട് പോവുകയും തലയിൽ പെട്ടുകയും ഒക്കെ ചെയ്യുന്നത് കാണാം. ഇത് രോഗശമനത്തിനൊക്കെ നല്ലതാണെന്നാണ് വിശ്വാസം. ആയതുകൊണ്ടാണ് കുപ്പിയിൽ ഇത് കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നത്. പെരുന്നാളിനോടനുബന്ധിച്ച് ഗീവർഗീസ് സഹോദരരുടെ തിരുസ്വരൂപം പള്ളിയുടെ മധ്യഭാഗത്തായിട്ട് പ്രതിഷ്ഠിക്കും. അത് ക്യൂ പാലിച്ച് നിന്ന് കാണുകയും തൊട്ടനുഗ്രഹം പ്രാപിക്കുകയും നേർച്ചയിടുകയും ചെയ്യാവുന്നതാണ്. നേർച്ചയിട്ട് മടങ്ങുമ്പോൾ നമുക്ക് അവിടെ നിന്ന് മലരും കൊഴുക്കട്ടയുമാണ് വിശ്വാസികൾക്ക് ലഭിക്കുന്നത്. അതെല്ലാ ഭക്തജനങ്ങളും വാങ്ങിച്ച്
വിശ്വാസത്തോടെ കഴിക്കും. ഇപ്പോൾ തമിഴിലുള്ള വിശുദ്ധ കുർബാന നടന്നുകൊണ്ടിരിക്കുകയാണ്. ധാരാളം തമിഴിലാണ് ഈ പള്ളിക്കകത്ത് ഈ സമയത്ത് ഈ കുർബാന കാണാൻ നിൽക്കുന്നത്. മലയാളത്തിലുള്ള കുർബാനയും ഇതിനു ശേഷം ഉണ്ടാവും. கலக்கங்களோடு வாழ்ந்து கொண்டிருக்கிறார்கள். என்னுடைய பிள்ளை திரும்பி வந்து என்னை பார்க்காதா, என்னுடைய நான் பெற்றெடுத்த பிள்ளை என்னத்திலே மீண்டும் அந்த அன்பை தராதா, இந்த பிள்ளைக்காக நான் எவ்வளவு பாடுகள் பட்டேன். உண்ணாமல் உறங்காமல் ஓய்வெடுக்காமல் மழையிலே வெயிலிலே புயலிலே சென்று உழைத்து இன்று இந்த பிள்ளை நான் உயர்த்தி இருக்கிறேன். இந்த பிள்ளை ஒரு நாளாவது என்னுடைய அன்பை உணராதா என்று காத்துக் கொண்டிருக்கிற பெற்றோர்கள் இந்த ஏராளம் இருக்கிறார்கள். அன்பு பிள்ளைகளை உலகத்திலே கேட்டுக்கொள்வதெல்லாம் பெற்றோர்களை அன்பு செய்யுங்கள். அதுவே நாம் ஆண்டவருக்கு கொடுக்கக்கூடிய நமக்கு தேவையான அருளை, உடல் பலத்தை, உடல் சுகத்தை, தேவையான ஆசிரியரை தந்து காத்திருக்கிறார். இதோ ஒவ்வொரு ஆண்டும் இந்த திருத்தலத்தை நாடி நாம் வந்திருக்கிறோம் என்றால் தூய ஜார்ஜியார் நமக்கு செய்த அற்புதங்கள் அதிசயங்களுக்காக நன்றி சொல்ல இதோ தமிழகமே புதிதாக இதோ நாங்கள் செய்ய இருக்கக்கூடிய അനേക തൊഴിലെയും ഇവിടെ പാദത്തിൽ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നല്ല നല്ല വീഡിയോകൾ ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക.